ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതേ കുരുളസിറ്റി വീട്ടിൽ പോവുകയാണ്. കാരണമൊക്കെ ഞാൻ വിശദമായിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ബസ് വരാൻ സമയമായിട്ടുണ്ട്. ഞാൻ വേഗം ഇറങ്ങി പോവാണേ. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് പ്ലാൻ ചെയ്ത് കുരുളസിറ്റി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ട് വരാം. ജീപ്പിനായിട്ടോ നമ്മൾ പോകുന്നത്. ബസ് നോക്കിയിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോന്നു. അപ്പോൾ നമ്മൾ നേരെ കുരുളസിറ്റി വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മൾ അമ്മയുടെ ആങ്ങളേനെ കണ്ടു, ഡായിനെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റുള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ നമുക്ക് കുരുളസിറ്റി വീട്ടിൽ ചെന്ന് ഒരു സാധനം എടുക്കുക, നേരെ വീട്ടിൽ പോകുക എന്നുള്ളതാട്ടോ. അതാണ് മെയിൻ. ഈ ഭയങ്കര വെയിലല്ലേ. ഇനിയുണ്ട് ചാണകം പിടിക്കും മുറ്റത്ത്. ഇത് ഉണങ്ങാറായതാണ്. തീർന്നു കുറച്ച്. ചായയൊന്നും വേണ്ട. എന്നാ കഴിച്ച രാവിലെ? എന്നാ കഴിച്ച? ഒന്നും കഴിച്ചില്ലേ? എന്നാ പോയി കഴിക്കായിരുന്നില്ല നേരം. ദൈവനെ എടുക്കാനാണ് നമ്മൾ തന്നാട്ടോ. കഴിച്ചു നോക്കാം. നന്നായിട്ട് പഴുത്തു കേട്ടോ. പഴുത്ത് പോയതെടുത്തോ. ചാച്ചമ്മക്ക് നല്ലതെടുത്തു പോയി. പഴുത്ത് പോയത് ഇട്ടോ, ഫ്രിഡ്ജിൽ വെക്കാലോ. ചാച്ചമ്മക്ക് അത് ആ കോല ചാച്ചമ്മക്ക് വെച്ചോ. ഇപ്പൊ കണ്ടിച്ചത് നന്നായിട്ട് പഴുത്ത് പോയതല്ലേ. ഇതെടുത്തു പോയി. എന്നാ ഇത് മതി എനിക്ക്. ഇത് മതി. അമ്മ ചോറ് കൊണ്ടുപോയി. വിഷമൊന്നും അടിക്കാതെ നല്ല പഴം കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് വേണ്ട. എന്നാ കഴിച്ചു വന്നേ? ചോറ്. ഞാൻ പോവാ. പോട്ടെ. ഇപ്പം നല്ല പഴം എടുക്കാൻ വേണ്ടി വന്നാട്ടോ ഞാൻ. പോണം, ചെന്നിട്ട് പണിയുണ്ട്. തുണിയലക്കാനുണ്ട് പറയാൻ. ഇന്നലെ എനിക്കും വയ്യായിരുന്നേ. അതുകൊണ്ട് പിന്നെ ഞാൻ തുണിയൊന്നും അലക്കിയില്ല. ഇന്നിപ്പോ തുണിയൊക്കെ അലക്കായിരിക്കും. പൂപ്പാറപ്പോയാണ് കിട്ടുന്നേ. പൂപ്പാറപ്പുണ്ടേ. ഇത് 23. ഇത് കാണിച്ചാൽ കൊടുത്താൽ മതി. നമുക്ക് ഈ നമ്പർ മതിയല്ലോ. തണ്ടപ്പേര് മതി. എന്തായാലും നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോവാട്ടോ. സാരമില്ല, സാധനം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പം ഇതും കൊണ്ട് വെയിലും കൊണ്ടുവന്ന ആരും പറഞ്ഞേട്ടോ. അപ്പം എന്തായാലും ഞാൻ പോവാണേ. ഞായറാഴ്ച വരാം. ചിലപ്പെങ്കിൽ വെള്ളിയാഴ്ച എല്ലാം വരും. ലിതി വരും വെള്ളിയാഴ്ച. അപ്പം ശനിയാഴ്ച ഞായറാഴ്ച വരാം. പിന്നെ അടുത്ത ആഴ്ച നിംസ് കുഞ്ഞാഴ്ച എടുത്ത് പോകാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോട്ടോ. ഓട്ടോ വരുന്നു. ഓട്ടോ കയറി നമ്മൾ കവലക്കയിൽ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകണം. രാജുമാരി ചെന്നിട്ട് സ്റ്റുഡിയോയിലൊന്ന് കയറണം. ബിൻസേച്ചിയിലൊക്കെ ഒരു സംഘത്തിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ചേച്ചി പൈസയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്.
എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? ആ അതെ, പോട്ടെ. അതെ, ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ വീഡിയോ എടുത്തുകൊണ്ട് പോയെന്ന്. അപ്പോൾ നമ്മൾ വീട്ടിലെത്താറായിട്ടാ. ആ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ വന്നേന്ന്. അയ്യോ, അപ്പം ഞാൻ വീട്ടിലെത്താറായിട്ടോ. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ പോയിട്ട് വന്നു. വീട്ടിലവിടെ നിന്നൊന്നുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. കിതയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നതേ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇനി വാതിലൊന്നും തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾ എവിടെ പോയെന്ന് പറഞ്ഞില്ലല്ലോ. അമ്മച്ചി ഇന്ന് പണിയാൻ വേണ്ടി പോയേക്കാണ്. ഞാൻ കുറേ ദിവസമായിട്ട് കേൾക്കുന്നു എനിക്ക് പണിയാൻ പോകണം, പിന്നെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് എന്നാ വന്നേന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾക്ക് പണിയാൻ പോകാനും അവരെയൊക്കെ കാണാനും ഒക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹം. കാരണം പടുത് കിടന്നൊരു വ്യക്തിക്ക് പെട്ടെന്ന് പോകാതെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് ഈ 2 മാസം ഇവിടെ എങ്ങനെയാണ് കടിച്ചു പിടിച്ചിരുന്നത്. അമ്മയ്ക്ക് വേദന ഉള്ളതുകൊണ്ട് മാത്രം അമ്മ ഇരുന്നതാണ്. ഇല്ലായിരുന്നെങ്കിൽ അമ്മ പണ്ടേ ജോലിക്ക് പോയാനായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഇന്ന് പോയത്. രാവിലെ ഞാൻ എണീറ്റപ്പോഴത്തേക്ക് ആൾ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു അമ്മയെ വൈകി പോകരുത്, വേദന കൂടും, ആ വേദനയൊക്കെ ഇച്ചിരിയോടെ മാറട്ടെ, ഒരു മാസം അവിടെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കേട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോൾ ആൾ ഫുഡൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമ്മൾ ചൂടാക്കി കൊണ്ടുപോയാൽ മതി. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ നോക്കുമ്പോൾ ആൾ ഒരുങ്ങി നിൽക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പോവട്ടെ. കാരണം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ പോവുകയെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പോട്ടെ. അപ്പോൾ ആഴ്ചയിൽ ഇന്നിപ്പോൾ പോയി നോക്കട്ടെ. ഓക്കെ ആണെങ്കിൽ അമ്മ തുടർന്ന് പോയാൽ മതി, ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കണേ, ദൈവത്തെ ഓർത്ത് പോകരുത്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കുഞ്ഞേച്ചിമാരും വിളിച്ചു പറഞ്ഞ് അമ്മയ്ക്ക് മാറിയെങ്കിൽ മാത്രമേ പോവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലോണിൻ്റെ കാര്യം നമ്മുടെ ഇസാഫിൽ വെക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ 2 ആഴ്ചയായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലോൺ ആർക്കും വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ ആഴ്ച ഞാനിങ്ങനെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എന്തായാലും ഈ ആഴ്ച നമുക്ക് വെക്കാൻ പറ്റുമെന്ന് നോക്കാമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലോൺ വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടി. പിന്നെ ഞാൻ പോയിട്ട് തിരിച്ച് വരുന്നതൊക്കെ ഭയങ്കര പാടുള്ള കാര്യമല്ലേ, ലീവൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഹോസ്റ്റൽ ഫീസ്, പിന്നെ അല്ലാത്ത ചിലവുകളൊക്കെ എന്ന് പറഞ്ഞാൽ 1 മാസം നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് സാലറി കിട്ടാതെയല്ലേ നമ്മൾ പോകുന്നത്. 1 മാസം ജോലി ചെയ്താലല്ലേ നമുക്ക് സാലറി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ജോലിക്ക് ഇപ്പോൾ പോകാത്തത്. കാരണം നമുക്ക് ആ ഹോസ്പിറ്റൽ കേസും അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പൈസയും അതുപോലെയൊക്കെ ആയി. അതുകൊണ്ട് നമുക്കിപ്പോൾ ഹോസ്റ്റൽ ഫീസ് 6000 രൂപയാണെങ്കിൽ പോലും അത് എടുക്കാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല. ഉണ്ടാവും, നമ്മളിപ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും മേടിക്കാം. അങ്ങനെ മേടിച്ചാലും പിന്നെ നമ്മൾ അത് അടുത്ത മാസമാവും കൊടുക്കാനായിട്ട്. ഇപ്പം തന്നെ കുറച്ചധികം കടങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ലോണും കൂടെ ശരിയാക്കിയിട്ട് അപ്പോൾ പോവാം. പിന്നെ അതാകുമ്പോൾ അടച്ചു വിട്ടാൽ മതിയല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലോണൊക്കെ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് സമാധാനം. പിന്നെ സാധാരണ ഒരു മനുഷ്യന് ലോണില്ലാതെ എന്തല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയാമെന്നേ, എന്തോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പെട്ടെന്നങ്ങ് മറന്നുപോയി. അയ്യോ, ഓർക്കുമ്പോൾ പറയാം കേട്ടോ. പിന്നെ അമ്മച്ചി വരട്ടെ. അമ്മച്ചി വൈകുന്നേരം വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാം. കയറണം, ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കട്ടെ. ഇതാണ് കണ്ണപ്പൻ. കഴിഞ്ഞ വീഡിയോക്കകത്തുണ്ടായിരുന്നു. അവൻ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു, അവൻ കണ്ടു. നീ ഇന്നലെ കണ്ടോ? അമ്മ കാണിച്ചു തന്നോ? അമ്മയ്ക്ക് ഇന്നലെ എടുത്തു കൊടുത്തിട്ടാണ് ചാനൽ. നീ സബ്സ്ക്രൈബ് ചെയ്തില്ലായിരുന്നല്ലോടാ? ഇങ്ങനെയാണോടാ? ഞാൻ ചെയ്തു, ഇന്നലെ ചെയ്തു സബ്സ്ക്രൈബ്. എന്ത് വീഡിയോടാ? കഴിഞ്ഞ ദിവസം ചെയ്തോലുള്ള വീഡിയോ ചെയ്യാം. നാളെ ചെയ്യാം. നാളെ ഉണ്ടോ? എത്ര ദിവസം ഉണ്ട് ഇനി സ്കൂൾ തുറക്കാൻ? 11-ാം തീയതി. അവന്മാർക്കും 11-ാം തീയതി തുറക്കുള്ളല്ലോ, ക്രിസ്റ്റിക്കൊക്കെ. ഇന്ന് എനിക്ക് സമയമില്ല, എനിക്ക് തുണി അലക്കാനുണ്ട്, കുറച്ച് പണിയുണ്ട്. നാളെ ചെയ്യാം. നീ എത്രയിലായിരുന്നു പഠിക്കുന്നത്? 6-ലോ?
ജയിക്കുമോ വർഷം? ആയോ? നീ പഠിക്കലേടാ? ചെറുതായിട്ട് പഠിക്കുള്ളോ? പഠിക്കണം, പഠിച്ചിട്ട് വേണം വലിയ ആളായി ജോലിയൊക്കെ വേണ്ടി. നിനക്ക് ആരാൻ ആഗ്രഹം? ആരും ആകാൻ ആഗ്രഹമില്ലേ? മനുഷ്യനായി ജീവിച്ചാൽ മതിയോ? എടാ എന്നാലും ഒരു എയിം ഉണ്ടാവില്ലേ, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? എന്താഗ്രഹം? പൈലറ്റ് ആവണോ? പിന്നെ എല്ലാവർക്കും ഈ ഡ്രൈവർ ആവാനാണോ ഇഷ്ടം? ഡ്രൈവർ ആവുന്നത് നല്ലതാ. ഡ്രൈവർ ആവണമെങ്കിലും പഠിക്കണം. ഡ്രൈവർ ലൈസൻസ് എടുക്കാൻ ലേണേഴ്സിന് വേണ്ടി പഠിക്കണം. അങ്ങനെയൊക്കെ പഠിക്കുക. എന്ത് ജോലി എന്ത് ചെയ്യണേലും പഠിക്കണം. പഠിത്തമുണ്ടേലേ പറ്റുള്ളൂ. അവിടെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ, പണിയുണ്ട്. അപ്പോൾ പണിയൊക്കെ കുറച്ച് ഒതുക്കി ഞാൻ കുളിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോഴാണ് ഞാൻ മറന്നുപോയ കാര്യം ഓർത്തത് കേട്ടോ. വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് ഈ മാസം, അതായത് ഫെബ്രുവരി മാസത്തേക്ക് ഏണിങ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് കാരണം എന്ന് ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് $100 ഈ മാസമായിട്ടില്ല. കാരണം നമുക്ക് $100 എന്ന് പറഞ്ഞ, അതായത് 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ $100 നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്കത് അടുത്ത മാസത്തേക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ മാസം, അതായത് ഫെബ്രുവരി മാസം 1-ാം തീയതി തൊട്ട് 28-ാം തീയതി വരെ എനിക്ക് $100 ഉണ്ടെങ്കിൽ അതെനിക്ക് മാർച്ച് മാസം ഒരു 21 മുതൽ 26 തീയതികൾക്കുള്ളിൽ ആ പൈസ വരും. അത് ഏകദേശം $100 എന്ന് പറഞ്ഞാൽ 7,000 അടുത്ത് പൈസ കിട്ടും. 7,000-8,000 അടുത്ത് പൈസ കിട്ടും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ $100 നമുക്കിപ്പോൾ ആയില്ലെന്ന് വെച്ചോ. അപ്പോൾ ജനുവരിയിൽ എനിക്കിപ്പോൾ ഒരു $40 ഉള്ളെങ്കിൽ അത് കിട്ടത്തില്ല. അതും ആ $40 പിന്നെയും ഫെബ്രുവരിയിൽ ഒരു $60 കൂടെ കൂട്ടിയിട്ടാണ് എനിക്ക് ഈ മാർച്ച് മാസം കിട്ടത്തുള്ളൂ. അതായത് ഈ ജനുവരിയിൽ ഫെബ്രുവരിയിൽ ഇല്ലെങ്കിൽ എനിക്കിത് കിട്ടത്തില്ല, മാർച്ചിൽ കിട്ടുകയില്ല. അതിനി മാർച്ചിലൂടെ കൂട്ടിയിട്ടാണ് ചിലപ്പോൾ അടുത്ത ഏപ്രിൽ മാസത്തിലേക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ജനുവരി മാസമൊക്കെ ഞാൻ അധികം വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ മാർച്ചിലേക്കൊക്കെയാണ്, ഫെബ്രുവരിയിലൊക്കെയാണ് കുറച്ച് അധികം വീഡിയോസൊക്കെ ഇട്ടത്. അപ്പോൾ എനിക്ക് ജനുവരിയിൽ വീഡിയോ ഇടാത്തതുകൊണ്ടും പിന്നെ നമ്മുടെ ചാനലിൽ അധികം വ്യൂസൊന്നും ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് കൂടുതലും നമുക്ക് പൈസ ഈ പ്രാവശ്യം കഴിഞ്ഞ ഫെബ്രുവരി മാസം എനിക്ക് പൈസ കിട്ടാത്തത്. മാർച്ചിൽ റീച്ചില്ലായിരുന്നു, അല്ല സോറി നമ്മുടെ ജനുവരിയിൽ റീച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റീച്ചില്ല, എല്ലാവരും മാസം ഇല്ല. കഴിഞ്ഞ മാസം ഞാൻ കഷ്ടിച്ച് ഈ മാസത്തേക്കുള്ളത് ഒപ്പിച്ച് കേട്ടോ. അപ്പോൾ ഈ മാസം എന്തായാലും 21 തൊട്ട് 26-ാം തീയതി വരെയുള്ള തീയതികളിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാസം കുഴപ്പമില്ല. ഇനി ഈ മാസം, അതായത് മാർച്ച് മാസം ഞാൻ നന്നായിട്ട് വീഡിയോ ഇട്ടിട്ട് മാത്രമാണ് എനിക്ക് ഏപ്രിലേക്ക്, ഈ 30-ാം തീയതിക്കുള്ളിൽ $100 ആക്കിയാലേ ഏപ്രിൽ മാസം എനിക്കത് കിട്ടത്തുള്ളൂ. ഇത് 100 ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഏപ്രിലും കിട്ടില്ല, പിന്നെ മെയ് മാസം കിട്ടത്തുള്ളൂ, ഏപ്രിലും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ഉള്ളവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ കാര്യങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം. പിന്നെ അറിയാത്ത കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ജസ്റ്റ് ഒന്ന് റിപ്ലൈ തന്നത്. അതാണ് കാര്യം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസ് കാണുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കുകയും ചെയ്യുക. സപ്പോർട്ടാണ് എനിക്ക് വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഇനിയും വീഡിയോസ് മുന്നോട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഏലിക്കുട്ടിയമ്മ വരുമ്പോഴത്തേക്ക് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കണം. 2 ദിവസമായി ചാച്ചിയമ്മ പഴം പറമ്പിൽ നിന്നാണ്, നല്ല നാടൻ പഴം. അപ്പം വീണ് കിടക്കുകയാണ്. അപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ ഒന്നും വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് ഇന്നലെ പോകാൻ പറ്റിയില്ല. സൺഡേ പള്ളിയിലും പോകാൻ പറ്റിയില്ല. അപ്പോൾ പള്ളി വരുമ്പോൾ എടുത്തുകൊണ്ട് പോന്നോളാന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ ഞാൻ ഇന്നങ്ങ് പോയി എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഇവിടെ കേടായി പോയിട്ടോ. ഇവിടുത്തെ ഇന്ന് എല്ലാം പ്രശ്നങ്ങളിലാണ്. അപ്പോൾ ഫ്രിഡ്ജ് കേടായിപ്പോയി. ഇനിയിപ്പം ഫ്രിഡ്ജില്ലാതെ ഇവിടെ ഭയങ്കര പാടാണ് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായാലും അമ്മച്ചി വരട്ടെ. വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും പഴമൊക്കെ പുഴുങ്ങി ചായയൊക്കെ വെച്ചിട്ട് സെറ്റായിട്ടിരിക്കുക. എന്നിട്ട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ എന്നൊക്കെ. കഥാനായിക തിരിച്ചെത്തിയിട്ടിരിക്കുകയാണ്. ഞാൻ വന്ന് പിള്ളേരുടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് എന്തൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പറയൂ കഥാനായിക, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പണി? നല്ല സുഖമായിരുന്നു. വേദന ഉണ്ടായിരുന്നോ? സീരിയസ് ആയിട്ട് പറ.
നാളെ പോകുന്നുണ്ടോ? വേണ്ട, ഇനി ഒന്നും പോവാ. കുറവാണോ? ഉറപ്പാണോ? കുറഞ്ഞോ? കുറഞ്ഞേ, ഒരു കുഴപ്പമില്ല. അമ്മയുടെ പറച്ചിൽ കേട്ടാ ആക്കി പറയുന്ന പോലെ ഒരു ആക്കിയാലും കുറഞ്ഞു. ആണോ? അവസാനം തന്നെ പിന്നെ മാറ്റി വെച്ചത്. അത് ഞാൻ കുത്തി നോക്കിയത് നമ്മുടെ ഫ്രിഡ്ജ് കേടായി പോയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല കേട്ടോ. കൊണ്ടുവന്ന പഴമെല്ലാം ചീഞ്ഞു പോകും. എന്നൊക്കെ ചെയ്യാം. എന്നെ ഇങ്ങനെ ഫ്രിഡ്ജ് നന്നാക്കണമെങ്കിലും പൈസ വേണം. തൽക്കാലം സ്റ്റെബിലൈസർ മേടിക്കണം, അതിനും പൈസ വേണം. 2500-3000 രൂപ വേണം. അതെ. അപ്പം എന്തായാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കൈവേദനയൊക്കെ കുറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്. ഞാൻ നിർബന്ധിച്ച് വിടുന്നതല്ല കേട്ടോ, നിങ്ങളാരും തെറ്റിയിരിക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റും ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ബൈ.